വൈകുന്നേരം 5:30 ഇന്നലെ ദില്ലിയുടെ ആകാശത്തെ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്. തണുപ്പ് പടർന്ന പതിവ് സന്ധ്യാസമയം. മാർക്കറ്റുകളെല്ലാം സജീവമാണ്. റോഡിലും തിരക്കുണ്ട്. ചെങ്കോട്ട മെട്രോ സ്റ്റേഷനടുത്തുള്ള റോഡിലൂടെ ഒരു ഹ്യുണ്ടായി i20 കാർ പതിയെ കടന്നുവരുന്നു. സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞപ്പോൾ സാവകാശം പോകുന്ന ആ കാർ ഒന്ന് നിർത്തി. അപ്പോൾ സമയം 6:52. 3 പേർ ആ കാറിലുണ്ടായിരുന്നു എന്നാണ് നിഗമനം. പൊടുന്നനെ കാർ പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ പരിസരത്തെ മറ്റു വാഹനങ്ങളിലേക്കും തീ പടർന്നു. തൊട്ടടുത്തുള്ള 6 കാറുകളും 2 ഇലക്ട്രോണിക് റിക്ഷോകളും ഒരു ഓട്ടോറിക്ഷയും കത്തിനശിച്ചു. ഉടനെ ഫയർ അലാം മുഴങ്ങി. പോലീസ് ഓടിയെത്തി. അതിവേഗമാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചത്. ഫയർ എഞ്ചിനുകൾ കുതിച്ചെത്തി. 7:30 തീ നിയന്ത്രണ വിധേയമാക്കി. നൊമ്പര കാഴ്ചകളായിരുന്നു ചുറ്റും. രക്തത്തിൽ മുങ്ങിയ ദില്ലിയുടെ ആ കാഴ്ചയ്ക്ക് മുന്നിൽ രാജ്യം ഇപ്പോഴും തലകുനിച്ചു നിൽപ്പാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഞെട്ടിക്കുന്ന വാർത്തയെക്കുറിച്ചാണ്. ഇന്നലെ 10/11/2025 തിങ്കളാഴ്ച രാജ്യത്തിന്റെ ഹൃദയമായ ഡൽഹിയെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ് ചെങ്കോട്ടയിൽ അരങ്ങേറിയത്. നിങ്ങൾ ആരും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത ആ കാർ ബോംബ് സ്ഫോടനത്തിന്റെ വിവരങ്ങളിലേക്കും അതിന്റെ മുഖ്യ സൂത്രധാരനിലേക്ക് വിരൽ ചൂണ്ടുന്ന അന്വേഷണ റിപ്പോർട്ടുകളിലേക്കും നമുക്ക് പോകാം. ഇന്നലെ കൃത്യം 11:30 ആ ദുരന്തം. ഡൽഹിയിലെ ചരിത്ര സ്മാരകമായ ചെങ്കോട്ടയുടെ പ്രധാന കവാടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു കാറിലാണ് വൻ ശക്തിയേറിയ സ്ഫോടനമുണ്ടായത്. സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുവഴി പോയ കുറച്ച് സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ചില റിപ്പോർട്ടുകളിൽ 10 പേരുടെ സ്ഥിരീകരിക്കാത്ത മരണങ്ങളെക്കുറിച്ചും പറയുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ചെങ്കോട്ടയുടെ ചില ഭാഗങ്ങൾക്ക് വരെ കേടുപാടുകൾ സംഭവിച്ചു. രാജ്യം മുഴുവൻ ഞെട്ടലിലാണ്. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം ഉടൻ തന്നെ പുറത്തുവന്നിരുന്നു. കാറിൽ സ്ഥാപിച്ചിരുന്ന IED ആണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് പോലീസും അന്വേഷണ ഏജൻസികളും സ്ഥിരീകരിച്ചത്. ഈയൊരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ ശേഖരിക്കാനായി രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസികളെല്ലാം രംഗത്തിറങ്ങി. ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേസ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രാഥമികമായി സംഭവത്തിൽ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. തീവ്രവാദപരമായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിലാണ് അന്വേഷണത്തിന്റെ പ്രധാന ശ്രദ്ധ. കാർ സ്ഫോടനത്തിന് പിന്നിലെ ലക്ഷ്യം, സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് എത്തിച്ചു, സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നെല്ലാം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഏജൻസികൾ. ഡൽഹി പോലീസുമായി സഹകരിച്ചാണ് NIA അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജ്യത്തിന്റെ സുപ്രധാന കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർ സ്ഫോടനത്തിന് പിന്നിലെ ലക്ഷ്യം, സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് എത്തിച്ചു, സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നെല്ലാം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഏജൻസികൾ. ഡൽഹി പോലീസുമായി സഹകരിച്ചാണ് NIA അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജ്യത്തിന്റെ സുപ്രധാന കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസും NIAയും നിർണായകമായ നീക്കം നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി ചില വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായവർക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നതിൽ പങ്കുണ്ടോ അതോ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നതിലാണ് പോലീസ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമുക്ക് ചുറ്റും നമ്മളിലൊരാളായി ജീവിക്കുന്ന വൈറ്റ് കോളർ ഭീകരവാദികളാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഇവർ ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുന്നു. ഇതിനിടയിൽ റെഡ് ഫോർട്ട് സ്ഫോടനം നടന്നതിന്റെ തലേദിവസം ഹരിയാനയിലെ ഫരീദാബാദിൽ വെച്ച് വൻ സ്ഫോടകശേഖരം പിടിച്ചെടുത്ത സംഭവം കൂടുതൽ ആശങ്കയുണ്ടാക്കി. ഈ 2 സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും NIA അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് രാജ്യത്തുടനീളമുള്ള ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാകാനുള്ള സാധ്യത ഏജൻസികൾ തള്ളിക്കളയുന്നില്ല. ആയതിനാൽ രാജ്യത്താകമാനം സുരക്ഷ ശക്തമാക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.
ഈ വിഷയം സംബന്ധിച്ച നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.